നമസ്കാരം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ഷെർലോക്ക് ഹോംസ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം. ഈ ഷെർലോക്ക് ഹോംസിന്റെ ആദ്യത്തെ നോവലാണ് എ സ്റ്റഡി ഇൻ സ്കാർലറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ കഥയെക്കുറിച്ചാണ്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പം നമുക്ക് കേട്ടാലോ? അഫ്ഗാൻ യുദ്ധത്തിൽ പരിക്കേറ്റ ഡോക്ടർ ജോൺ വാട്സൺ. അദ്ദേഹത്തിന് പരിക്കേറ്റ് അവശനായി. ഇനി അദ്ദേഹത്തിന് താമസിക്കാൻ കുറച്ച് ചെലവ് കുറഞ്ഞ റൂം വേണം. പറയാൻ കാരണം കുറച്ചൊരു പരിതാപകരമാണ് അവസ്ഥ. കാരണം അദ്ദേഹം കുറെ അന്വേഷിച്ചു നടക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. അവസാനം അദ്ദേഹത്തിന്റെ സഹായത്തിനായി അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഒരു റൂം കണ്ടെത്തുന്നു. ഒരു ബേക്കർ സ്ട്രീറ്റിലാണ്. അവിടെ ഒരു ഹോംസ് പറഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ ഷെർലോക്ക് ഹോംസ് പറഞ്ഞ ഒരാൾക്ക് ഒരു റൂംമേറ്റിന് ആവശ്യമുണ്ട്. ആ റൂംമേറ്റിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അദ്ദേഹത്തിന്റെ ഒപ്പം താമസിച്ചാൽ ആ റെന്റ്, ആ വാടക കൊടുക്കുക ഒരാൾ കൂടി ആയി. അപ്പൊ പകുതി ഒരാൾക്കും ആകുമ്പോൾ അത്രയും ലാഭമായല്ലോ. അങ്ങനെ ഒരു ബേക്കർ സ്ട്രീറ്റിലേക്ക് പോവുകയും അവിടെ ആ റൂം കാണുകയും ആ റൂം തിരഞ്ഞെടുക്കുകയും അവിടെ താമസിക്കാൻ ഈ വാട്സൺ തുടങ്ങുകയും ചെയ്യാണ്. അങ്ങനെ തന്റെ റൂംമേറ്റ് ഷെർലോക്ക് ഹോംസ് എന്ന ആളുടെ സ്വഭാവ രീതികളും അയാളുടെ വിചിത്രമായ പല രീതികളും ഇങ്ങനെ ഇദ്ദേഹം നോക്കി കാണുന്നു, വാട്സൺ നോക്കി കാണുന്നു. അപ്പൊ വാട്സന് അതിൽ ഒരു ആകർഷണം വരികയാണ്, ഒരു ആകർഷണീയമാണ് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ. അപ്പോൾ ഇദ്ദേഹം ഒരു കൺസൾട്ടിങ് ഡിറ്റക്റ്റീവ് ആണെന്ന് വാട്സൺ അറിയാം. വാട്സൺ അറിയല്ല, ഷെർലോക്ക് ഹോംസ് തന്നെ പറയാണ്, ഞാൻ ഇങ്ങനെ ഒരു കൺസൾട്ടിങ് ഡിറ്റക്റ്റീവ് ആണ്. അപ്പൊ തനിക്ക് ഇവിടെയുള്ള സകലമാന പോലീസ്, സകലമാന ഒട്ടുമിക്ക എല്ലാ പോലീസുകാർക്കും പല അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത ഈ പല കേസുകളും, പ്രത്യേകിച്ച് കൊലപാതക കേസുകളിലും അവർക്ക് അവനെ സഹായിക്കാൻ തനിക്ക് സാധിച്ചിട്ടുണ്ടെന്നും അവർക്ക് അവർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത പല തെളിവുകളും തനിക്ക് കണ്ടെത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഷെർലോക്ക് ഹോംസ് വാട്സനോട് പറയുന്നുണ്ട്. ഒരു കൊലപാതകം നടക്കുകയാണ്. ഒരു അമേരിക്കൻ പൗരനായ എനോക് ഡ്രൈവർ എന്നൊരു യുവാവിനെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ മരിച്ചു കിടക്കല്ല, കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും കാണുന്നില്ല. പക്ഷെ അവിടെ ഒരു ചുമരില് ഒരു ജർമ്മൻ വേർഡില് ഒരു പ്രതികാരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പ്രതികാരം ജർമ്മൻ വേർഡിലാണ് എഴുതി വെച്ചത്. പക്ഷെ അതിന് തുമ്പും കിട്ടുന്നില്ല. അങ്ങനെയാണ് നമ്മളെ സ്കോട്ട്ലാൻഡ് യാർഡിലെ ഇൻസ്പെക്ടർമാരായ ഗ്രെഗ്സണും പിന്നെ ഗ്രെഗ്സണും ലെസ്ട്രാഡും കൂടി നമ്മളെ സഹായത്തിനായി നമ്മളെ ഷെർലോക്ക് ഹോംസിന്റെ കേന്ദ്ര കഥാപാത്രമായ ഷെർലോക്ക് ഹോംസിന്റെ അടുത്തത്. ഷെർലോക്ക് ഹോംസ് ഒന്ന് ആലോചിക്കും, ഉടനെ തന്നെ പറയാൻ കാരണം ഷെർലോക്ക് ഹോംസിന്റെ പാഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുക, ഈ ശാസ്ത്രീയമായിട്ടുള്ള തന്റെ അറിവുകൾ അതിനായിട്ട് ഉപയോഗിക്കുക, അതൊക്കെയാണ്. അപ്പോൾ ഷെർലോക്ക് ഹോംസ് അതിനായിട്ട് അവരെ സഹായിക്കാന്ന് പറയും. അങ്ങനെ വീട്ടിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഒരുപാട് തെളിവുകൾ ഷെർലോക്ക് ഹോംസ് കണ്ടെത്താണ്. പറയാനും കത്തിച്ച് വലിച്ചു കഴിഞ്ഞ സിഗരറ്റിന്റെ കുറ്റികള്, അതിന്റെ പൊടികള്, പിന്നെ ട്രാക്ക്, പിന്നെ അതുപോലെ പല അടയാളങ്ങളും തുമ്പുകളും പോലീസിന് പോലും കണ്ടെത്താൻ കഴിയാത്ത, പോലീസിന് പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത പല കാര്യങ്ങളും ഷെർലോക്ക് ഹോംസ് തന്റെ ബുദ്ധി സാമർഥ്യത്തിലൂടെ തെളിയിച്ച തെളിവുകൾ പോലീസിന് കൈമാറുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വാട്സൺ ആകെ അമ്പരന്ന് നിൽക്കാണ്. അങ്ങനെ വാട്സൺ പോലും അറിയാതെ വാട്സൺ ഷെർലോക്ക് ഹോംസിനോട് അടുക്കുന്നു. ഷെർലോക്ക് ഹോംസിന്റെ ഒപ്പം തന്നെ നടക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഷെർലോക്ക് ഹോംസ് എന്ന ഒരു പ്രത്യേക ഒരു ബിംബത്തെ അദ്ദേഹം എന്താ പറയാ വാട്സൺ ഇങ്ങനെ ആരാധനയോടെ നോക്കുന്നൊക്കെ ആയിട്ടാണ് ഈ കഥയിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെർലോക്ക് ഹോംസിന്റെ ഈ കുറ്റാന്വേഷണം ഇനി കടന്നു പോകുന്നത് അമേരിക്കയിലേക്കാണ്. അമേരിക്കയിലെ യൂട്ടായിലേക്കാണ്. യൂട്ടായിലേക്ക് മോർമോൺ എന്ന ഒരു സംഭവത്തിലേക്കാണ്. മോർമോൺ, മോർമോൺ സഭ എന്നാ പറയാം. അപ്പൊ ഈ മോർമോൺ സഭ പറഞ്ഞാല് അവിടെ ഒരു കർശനമായിട്ടുള്ള ഒരു സഭയായിരുന്നു. അവർക്ക് കർശന നിയമങ്ങളായിരുന്നു. എല്ലാവരും അവരുടെ സഭയിലെ ഭാഗമാണോ, അല്ലെങ്കിൽ അതൊക്കെ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന ഒരു സംഭവമായിരുന്നു. ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോ ഈ മോർമോണില് എന്താ പറയാ ചേരാത്ത ഒരാളുണ്ടായിരുന്നു, ജോൺ ഫെറിയർ എന്നാണ് പറയുന്നത്, ജോൺ ഫെറി. അപ്പൊ അദ്ദേഹത്തിന് ഈ മോർമോണിൽ ചേർന്ന് മോർമോൺ സഭയിൽ ആയിട്ട് ബന്ധം സ്ഥാപിക്കാനോ അതിൽ ചേർന്ന് പ്രവർത്തിക്കാനോ താല്പര്യമില്ലായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു കുട്ടി, ലൂസി എന്ന ഒരു കുട്ടിയെ നോക്കിയിട്ട് ആ പ്രദേശത്ത് തന്നെ ജീവിക്കായിരുന്നു. ഈ ലൂസിക്കും ഒരു ചെറിയ പ്രണയം ഉണ്ടായിരുന്നു. ഈ ലൂസിക്ക് ഈ പ്രണയം പറഞ്ഞത് ഒരു ജെഫ്സൺ പറഞ്ഞ ആളാണ്, ജെഫ്സൺ ഹോപ്പ് പറഞ്ഞ ഒരു മൈനറുമായിട്ടായിരുന്നു പ്രണയം. അപ്പോൾ ഈ ലൂസി ജെഫ്സൺ ഹോപ്പുമായിട്ടുള്ള പ്രണയം, ജോൺ ഫെറി, അപ്പോൾ മോർമോൺ, അപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു സംഘർഷമായിട്ടൊരു സംഭവം, ഇതിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഈ ഇവിടെ നിൽക്കുന്ന ഈ സംഭവം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളതെന്ന്
ഷെർലോക്ക് ഹോംസിന് മനസ്സിലാവാണ്. അങ്ങനെ ഷെർലോക്ക് ഹോംസ് ഒന്നും കൂടി അതിൽ കേസന്വേഷണം അങ്ങനെ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്, അദ്ദേഹത്തിന്റെ അന്വേഷണം എങ്ങനെ പോകുന്നത്, അപ്പോൾ ഈ അമേരിക്കയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. കഥയുടെ അതിഗംഭീരമായ ഒരു സെക്ഷനിലേക്ക് പോകുന്നത് കേട്ടോ. ഈ മോർമോൺ സഭയുടെ നേതാവ് ഒരു കാര്യം തീരുമാനിക്കുന്നു. നമ്മളെ ലൂസിനെ ഈ ഇത് മോർമോൺ സഭയിലെ മൂപ്പന്മാരായ മക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം. ഓഹ്, അതിന് ഡ്രൈവറും പിന്നെ ജോസഫ് സ്റ്റാങ്ങേഴ്സും. ഈ ഡ്രൈവർ ആണെന്ന് മനസ്സിലായില്ലേ? നേരത്തെ എനോക് ഡ്രൈവർ, നേരത്തെ മരിച്ച ആള്. ഇദ്ദേഹം മരിച്ചതിന്റെ കേസന്വേഷണമാണ് നമ്മളെ ഷെർലോക്ക് ഹോംസ് നടത്തുന്നത്. അപ്പോ ഇത് നിർബന്ധിത വിവാഹമാണ്. ലൂസിക്ക് നമ്മളെ ഹോപ്പുമായിട്ട് പ്രണയത്തിലാണ്. അപ്പൊ അവർക്ക് ലൂസിക്ക് ഹോപ്പിനും ലൂസിയാണ് വിവാഹം കഴിക്കാൻ താല്പര്യം. പക്ഷെ ഇവിടെ മോർമോൺ സഭ ഉണ്ട്, അവിടെ കർശന നിയമമാണ്, അതിനെ എതിർക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഫെറി, അതായത് ലൂസിന്റെ നോക്കുന്ന ഫെറി എന്ത് ചെയ്യും? ഇവർ രണ്ടുപേരും രക്ഷിക്കാൻ നോക്കും. രഹസ്യമായിട്ട് ഇനി രക്ഷിക്കാം, നമ്മളെ ലൂസിയെയും നമ്മളെ ഹോപ്പിനെയും അവരുടെ പ്രണയത്തെ രക്ഷിക്കാൻ നമ്മൾ ഫെറി രഹസ്യമായിട്ട് ഒരു നീക്കം നടത്താണ്. ഈ നീക്കത്തിനൊടുവിൽ ഇവരെ ഈ മോർമോൺ സഭ പിടിക്കുകയാണ്. അപ്പം മോർമോൺ സഭ പിടിച്ച ആ സമയത്ത് തന്നെ, ഇവരെ കൈയോടെ പിടിച്ച സമയത്ത് തന്നെ ഫെറി അങ്ങോട്ട് കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലൂസിയെ എനോക് ഡ്രൈവറിനെ വിവാഹം ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ ഇദ്ദേഹം ഹോപ്പ് ഹോപ്പ് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ഹോപ്പിന് എന്താ വെച്ചാല് തന്റെ പ്രണയിനിയെ നഷ്ടപ്പെട്ടു. ആ സഭ തീരുമാനിക്കുന്ന ഒരു രീതിയിൽ തന്റെ പ്രണയിനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരാളെ വേണ്ടി വിവാഹം ചെയ്യേണ്ടി വന്നു. എനിക്ക് തങ്ങളെ സ്നേഹം ഇതാക്കാനോ തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ നിന്ന് തൊട്ടിട്ട് നമ്മളെ ഹോപ്പിന് പ്രതികാരം ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വരികയാണ്. ഓക്കെ, ആർക്കാരും വരൂലേ അല്ലേ? ഇതൊരു നിർബന്ധിത വിവാഹം കൂടിയാണ്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ലൂസി മരിക്കുകയാണ്. അവൾക്ക് അവളുടെ ലൈഫിൽ ഒരു സന്തോഷം ലഭിച്ചിട്ടില്ല. പറയാൻ കാരണം, തന്റെ പ്രണയിനിയെ തനിക്ക് നഷ്ടപ്പെട്ട്. അവളുടെ മനസ്സിലും അവളുടെ ചിന്തയിലും എപ്പോഴും ജെഫ്സൺ ഹോപ്പായിരുന്നു, ഒരു നിരാശാകാമുകി. അപ്പോ അങ്ങനെ വളരെ ദുഃഖത്തോടെ, ഒരു ഹാപ്പിനെസ്സും ഇല്ലാതാണ് നമ്മളെ ലൂസി ഈ ലോകത്തോട് വിട പറയുന്നത്. ഇതെല്ലാം അറിയുന്നുണ്ട് നമ്മളെ ജെഫ്സൺ ഹോപ്പ്. ഓക്കെ, അങ്ങനെ എനോക് ഡ്രൈവറും ജോസഫ് സ്റ്റാങ്ങേഴ്സണും ലണ്ടനിലേക്ക് പോവാണ്. ഈ ലണ്ടനിലേക്ക് പോകുന്ന സമയത്ത് അവരെ പിന്തുടരാണ് നമ്മളെ ജെഫ്സൺ ഹോപ്പ്. എനോക് ഡ്രൈവറെ ഒരു ടാക്സിയിൽ കയറ്റി കൊണ്ടുപോയി ഒരു വിഷമുള്ള ഗുളിക കൊടുത്താണ് ഹോപ്പ് കൊന്നത്. അദ്ദേഹം മരിച്ചതിന് ശേഷം പ്രതികാരം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ എഴുതി വെക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദേഹത്ത് ഒരു തുള്ളി രക്തം പോലും കാണാത്തത്. തെളിവുകളും വളരെ കുറവായിരുന്നു. അതിബുദ്ധിമാനായിരുന്നു ഹോപ്പ്. ഇതേ രീതിയിൽ തന്നെ ജോസഫ് സ്റ്റാങ്ങേഴ്സിനെയും കൊല്ലാണ്. പേരും ഒരു നാണയത്തിന് ഇരുവശങ്ങളാണല്ലോ. പക്ഷേ അതിബുദ്ധിമാനായ ജെഫ്സൺ ഹോപ്പ്, നമുക്കറിയാം ഈ കഥ കേൾക്കുമ്പോൾ ജെഫ്സൺ ഹോപ്പിനോട് നമുക്കൊരു ക്രൂരനായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഈ ജെഫ്സൺ ഹോപ്പിന്റെ അതിബുദ്ധിക്ക് മുകളിലുള്ള ഒരാളാണ് ഷെർലോക്ക് ഹോംസ്. ഷെർലോക്ക് ഹോംസ് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഈ ഒരു കൊലപാതകം വളരെ തന്റെ ബുദ്ധി സാമർഥ്യത്തിലൂടെ തെളിവുകൾ കണ്ടെത്തി കുരുക്കിട്ട്, ജെഫ്സൺ ഹോപ്പിന് ചുറ്റും ഒരു കുരുക്കിട്ട്, ചെസ് കളിക്കുന്ന ഒരു കുരുക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കുരുക്കാണ്. അവസാനം ജെഫ്സൺ ഹോപ്പ് സമ്മതിക്കുകയാണ്, താൻ തന്നെയാണ് ഇത് ചെയ്തത്. തന്റെ പ്രണയിനിയെ നശിപ്പിച്ചതിന്, തന്റെ ലൂസിയെ നശിപ്പിച്ചതിന്, അവളുടെ ലൈഫ് നശിപ്പിച്ചതിന്, അവള് ദുഃഖത്തിലാണ് മരിച്ചത്. ഞങ്ങളെ വേർപ്പെടുത്തിയതിന് അതിന്റെ പ്രതികാരമാണ് ചെയ്തത്. ജെഫ്സൺ ഹോപ്പ് സമ്മതിക്കുകയാണ്. അങ്ങനെ ജെഫ്സൺ ഹോപ്പ് ശിക്ഷിക്കപ്പെടും. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട് അദ്ദേഹം കുറെ വർഷം കഴിഞ്ഞ് അവിടെ തന്നെ ഈ ജയിലിൽ വെച്ചിരുന്ന ഒരു അസുഖം വന്ന് അദ്ദേഹവും മരിക്കുകയാണ്. ഈ കൊലപാതകം തെളിഞ്ഞൊരു സമയത്ത് ഈ പോലീസുകാർ ചെയ്തൊരു സംഭവം,
അവര് ഈ ക്രെഡിറ്റ് മൊത്തം സ്വയം ഏറ്റെടുക്കുക ചെയ്തത്. തങ്ങളാണ് തെളിയിച്ചത്, തങ്ങൾ കഷ്ടപ്പെട്ട് തെളിയിച്ചത്. നമുക്ക് സാധാരണ നമ്മളെ ചുറ്റുവട്ടത്തെ കാണുന്ന പോലെ തന്നെ. ഷെർലോക്ക് ഹോംസിനൊന്നും കുഴപ്പമില്ല. പക്ഷെ കുഴപ്പമുള്ള ഒരാളുണ്ട്, ഡോക്ടർ വാട്സൺ. വാട്സൺ ഷെർലോക്ക് ഹോംസിനോട് സഹതപിക്കുന്നുണ്ട്. എന്തിനാണിത്? കഷ്ടപ്പെട്ട് തെളിയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് വേറെ എടുക്കുന്നില്ല, നമ്മളാണ് ചെയ്തെന്ന് ലോകം അറിയണ്ടേ. അപ്പോ ഷെർലോക്ക് ഹോംസിന് അതിന്റെ പ്രശ്നമില്ല. മൂപ്പരെ പാഷനും കുറ്റം തെളിയിക്കാന്നുള്ളതുള്ളൂ. മൂപ്പർക്ക് ക്രെഡിറ്റ് വാങ്ങാനുള്ള ചിന്താഗതിയുള്ള ഒരു ക്യാരക്ടർ അല്ല ഷെർലോക്ക് ഹോംസ്. പക്ഷെ വാട്സൺ അങ്ങനല്ല. വാട്സൺ കൃത്യമായിട്ട് പറയാം ഷെർലോക്ക് ഹോംസിന്റെ രീതികളും ഷെർലോക്ക് ഹോംസ് ആണ് ഇത് ചെയ്തതെന്നും ഇത് ലോകം അറിയണമെന്നും വാട്സൺ തീരുമാനിക്കണം. അങ്ങനെ ഷെർലോക്ക് ഹോംസ് തെളിയിച്ച കഥകള് പുറലോകം അറിയാൻ വേണ്ടി എഴുതാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു വാട്സൺ. അപ്പൊ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഈ കഥന്റെ ഒരു ഇതിവൃത്തം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും സബ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ബട്ടൺ നിൽക്കണം മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരുപാട് കഥകളായിട്ട് ഞാൻ വരും. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതുപോലെ ഒരുപാട് കഥകളായിട്ട് പുതുമയേറിയതായിട്ട് ഞാൻ വരും. ഓക്കെ. സർ ആർത്തർ കോനൽ ഡോയലിന്റെ പ്രശസ്തമായ ഒരു കഥാപാത്രമാണ് ഷെർലോക്ക് ഹോംസ്. പലർക്കും വിചാരം ഷെർലോക്ക് ഹോംസ് ആണ് ജീവിച്ചിരുന്ന ആളാണെന്നാണ്. പക്ഷെ ഒരു കഥാപാത്രമാണ്. ഈ കഥാപാത്രം അങ്ങ് ഫേമസ് ആയി. പക്ഷെ എഴുതിയ ആള് അത്ര ഫേമസ് ആയിട്ടില്ല. അത്ര ഫേമസ് ആയിട്ടില്ല എന്നല്ല, എഴുതിയ ആളെക്കാട്ടും മുകളിലേക്ക് ആ കഥാപാത്രം പോയി, ഷെർലോക്ക് ഹോംസ്. അപ്പൊ ഷെർലോക്ക് ഹോംസ് കഥകൾ എന്ന് പറയുന്നത് ഇന്ന ആളുടെ കഥകൾ എന്നല്ല പറയുന്നത്. അപ്പം ഇങ്ങനൊരു കഥാപാത്രത്തെ ചെയ്തതിന് നമുക്ക് ഈ ഇദ്ദേഹത്തോട് ഒരു ആദരവ് പ്രകടിപ്പിക്കാം അല്ലേ. അപ്പം അദ്ദേഹത്തിനോടുള്ള ആ സ്നേഹത്തോടെ ഞാൻ ഈ കഥ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഗുഡ് ബൈ. വിപിൻ വിശ്വനാഥൻ.